ഇന്ന് നമ്മളൊരു യാത്രയിലാണ്. എവിടെയാണ് പോകുന്നത് എന്താണെന്നുള്ളതൊക്കെ വഴിയേ പറയാം. സമയം ഇപ്പോൾ 3 മണിയാണ്, പുലർച്ചെ 3 മണി. നമ്മൾ 2:30 കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നിറങ്ങി. ഉറക്കത്തോടെയാണ് ഇരിക്കുന്നത് വണ്ടിയിലിപ്പോൾ. ഉറങ്ങി എണീറ്റ് നേരെ വണ്ടിയിൽ കയറുകയാണ് ചെയ്തത് കേട്ടോ. അതിനുള്ള കാരണമെല്ലാം ഞാൻ പറയാവേ. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഈ സ്ഥലം ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗസ് ചെയ്യണേ. എനിക്ക് തോന്നുന്നു ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഗസ് ചെയ്യാൻ പറ്റും. പോകുന്ന വഴി എപ്പോഴും അവർക്ക് ഭയങ്കര പരിചിതമായിരിക്കുമല്ലോ. ഇല്ലാത്തവർക്കൊക്കെ കുറച്ച് പാടായിരിക്കും എന്നാണ് തോന്നുന്നത്. ഞാൻ പറയാം കേട്ടോ വഴിയേ. ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചേട്ടോ. ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയേ. കാരണം നമ്മളന്ന് കിടന്നപ്പോഴും ലേറ്റായി. കാരണം ഒരു 11:30 ഒക്കെ കഴിഞ്ഞു കിടന്നപ്പോൾ. എന്നിട്ട് 2 മണിക്ക് എണീക്കുകയും ചെയ്തു. ഞാനാണെങ്കിൽ പൊതുവേ കിടന്നാൽ ഉടൻ ഉറങ്ങുന്ന ഒരാളല്ല. എനിക്ക് കുറച്ച് സമയം വേണം ഉറങ്ങാൻ വേണ്ടി. ഉറങ്ങി വന്നപ്പോൾ ഉണരേണ്ട സമയമായി കേട്ടോ. ഇടയ്ക്ക് നല്ല വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന വ്യൂ അല്ല. ഒരു 3, 3:30, 4 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ 5 മണിക്കാണ് ഉറങ്ങിയത് തോന്നുന്നു കേട്ടോ. 4, 4:30-ക്കൊക്കെ നല്ലൊരു വ്യൂ ആയിരുന്നു. എനിക്ക് എടുക്കണം എന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനെ വല്ലാതെ കണ്ണ് തുറന്ന് നോക്കി. എന്നിട്ട് ഞാനങ്ങ് ഉറങ്ങി കേട്ടോ. നമ്മൾ പോകുന്നത് ഇടുക്കിക്കാണേ. ഒരു കല്യാണം കൂടാൻ വേണ്ടിയിട്ടാണ് പോണത്. പിന്നെ കുഞ്ഞുങ്ങളുടെ വെക്കേഷനുമാണ്. അപ്പോൾ അവരെ നമ്മൾ ഒരിടത്തും കൊണ്ടുപോയില്ല. കാരണം കുഞ്ഞുങ്ങളെയും കൊണ്ട് തിരക്കിനിടയിൽ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു, ഊഹിക്കാൻ പറ്റുമല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് തിരക്ക് വിട്ടിട്ട് യാത്ര ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് കേട്ടോ. തിരക്കിനിടയിൽ പോയിട്ട് ഭയങ്കര ബഹളം, അതിനിടയിൽ പിള്ളേർ കരച്ചിലും അതൊന്നും അധികം എനിക്കിഷ്ടമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു. പിന്നീട് കല്യാണത്തിന് പോകണ്ടെന്നും തീരുമാനിച്ചു കേട്ടോ. അതിനുള്ള കാരണം ഞാൻ വഴിയേ പറയാവേ. മോനും നന്ദുകുട്ടിയും നല്ല ഉറക്കത്തിലാണ്. ഞാൻ കുറച്ച് നേരം ഉറങ്ങി. പിന്നെ ഞാൻ പെട്ടെന്ന് ഉണരും കേട്ടോ. എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണരും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഉറക്കപ്പിച്ചിൽ നമ്മളിരിക്കുകയാണ്. കാരണം നമ്മൾ കട്ടിലിൽ നിന്ന് നേരെ എണീറ്റ് വണ്ടിയിലോട്ട് കയറിയതാണ് കേട്ടോ. കാരണം സമയമില്ല. ഇന്ന് തന്നെയാണ് കല്യാണം. നമുക്ക് ഒരു 11 മണിക്ക് അവിടെ എത്തണം കേട്ടോ. നമ്മൾ കൈ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് പറക്കിക്കൊണ്ട് പെട്ടെന്ന് കയറുകയായിരുന്നേ. നമ്മൾ മിക്കവാറും യാത്ര ചെയ്യുമ്പം കാറിനെ വീടാക്കാറുണ്ടല്ലേ. പില്ലോസും ബെഡ്ഷീറ്റും എല്ലാം ഉണ്ട് കേട്ടോ. ഉറങ്ങാനും കിടക്കാനുള്ള എല്ലാ സൗകര്യവും നമ്മളിതിൽ ആക്കിയിട്ടാണ് കൊണ്ടുപോകേണ്ടത്. കാരണം മോനൊക്കെ കിടക്കുമ്പോൾ ഒരു പില്ലോ ഒക്കെ വെച്ച് കൊടുത്താൽ അവൻ നന്നായിട്ട് ഉറങ്ങും കേട്ടോ. നമുക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല. ഇത്രയും അതിമനോഹരമായ സ്ഥലം. അതുകൊണ്ടാണ് ഞാൻ കുറേ വ്യൂസ് അത് തന്നെ കാണിക്കണം കേട്ടോ. എനിക്ക് എത്ര കാണിച്ചാലും മതി വരാത്ത പോലെ തോന്നി. നമ്മൾ പെട്ടെന്ന് തന്നെ റൂമിലെത്തി. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യണത്. നല്ലൊരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ആ കാണുന്നതാണ് ഇടുക്കിയിലെ പൊന്മുടി ഡാം. നല്ല രസമായിരുന്നു കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ അതിൻ്റെ ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കാമായിരുന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ റൂമിൽ വന്ന് റെഡിയായി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനൊരു മുടിയിൽ വെക്കാനുള്ള സ്ലൈഡ് പോലും എടുത്തില്ലായിരുന്നു കേട്ടോ. അവിടെ വന്നപ്പോഴാണ് നോക്കിയപ്പോൾ എനിക്ക് തലകെട്ടാനൊരു സംഭവമില്ല, ഒരു ഹെയർ ബാൻഡ് മാത്രം. പിന്നെ ഞാൻ എല്ലാം കൂടി വാരി പിടിച്ച് ഒരു കെട്ട് കെട്ടി കേട്ടോ. ഇതെൻ്റെ യൂഷ്വലി ഞാൻ കെട്ടുന്ന കെട്ടാണേ. പിന്നെ പെട്ടെന്ന് നമ്മൾ റെഡിയായി. നമ്മൾ പോണ്ടാന്ന് വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എൻ്റെ അച്ഛന് പെട്ടെന്ന് വയ്യാതായി കേട്ടോ. പനി വന്നു. ക്രിസ്മസ് കഴിഞ്ഞ് 2 ദിവസമായപ്പോൾ തന്നെ ആൾക്ക് പനി വന്നു. അഡ്മിറ്റായി. ഭയങ്കര പനി കൂടുതലായി. കൗണ്ട് കുറഞ്ഞു. അപ്പോൾ അതെല്ലാം ആയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ന്യൂ ഇയറിലൊക്കെ നമ്മളൊരിടത്തും പോയില്ലായിരുന്നു. നമ്മൾ ഇങ്ങനെ അച്ഛന് വയ്യാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഇതിൽ തന്നെയായിരുന്നേ. പിന്നെ അതുകൊണ്ട് പോകണ്ടാന്ന് തന്നെ തീരുമാനിച്ചു. പക്ഷേ നമ്മൾ പോകണം എന്നുള്ള ദിവസത്തിന് തലേ ദിവസമായപ്പോൾ അച്ഛന് ഡിസ്ചാർജ് ആയി കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പോകാമെന്ന് വിചാരിച്ചത്. കാരണം നമ്മൾ നേരത്തെ ഓൾറെഡി തന്നെ നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ പിന്നെ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അച്ഛൻ ഡിസ്ചാർജ് ആയല്ലോ. അങ്ങനെ ഇപ്പം ഹെൽത്ത് ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. ആൾ ഇപ്പോഴും വീട്ടിൽ റെസ്റ്റ് തന്നെയാണ് കേട്ടോ.
കാറിനകത്ത് മോനൂട്ടൻ്റെ ഡ്രസ്സൊക്കെ തന്നെയാണ് കേട്ടോ. എവിടെയെങ്കിലും പോയി ചായയോ വെള്ളമോ എന്തെങ്കിലും കുടിക്കുകയോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുകയോ ചെയ്യുമ്പോൾ അവൻ്റെ ഉടുപ്പ് നനയും. പെട്ടെന്ന് ഞാൻ ഊരി പിന്നെ ബാക്കിലോട്ട് വെക്കും. നനവോടെ ബാഗിൽ വെച്ചാലേ അത് പിന്നെ ഒരു മുഷിഞ്ഞ ഒരു മാതിരി ആവത്തില്ലേ. അതുകൊണ്ട് ഞാനിങ്ങനെ വെയിലുണ്ടല്ലോ എന്ന് പറഞ്ഞെടുത്തിട്ടതാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോവാണ്. റൂമിൽ നിന്ന് ഇറങ്ങുന്ന ആ റൂമിൻ്റെ താഴെ തന്നെ ഇങ്ങനെ ഒട്ടകത്തിൻ്റെ പുറത്തുള്ള സവാരി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുതിരപ്പുറത്തുള്ള സവാരി അങ്ങനെയൊക്കെ. നമ്മൾ അതിലൊന്നും കയറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കല്യാണത്തിന് പോയി. നല്ലൊരു അടിപൊളി കല്യാണമായിരുന്നു. നല്ല ഊണായിരുന്നു കേട്ടോ. അവിയൽ, തോരൻ, പിന്നെ കോവയ്ക്കയുടെ ഫ്രൈ, ചിക്കൻ, ബീഫ് അങ്ങനെയൊക്കെ കേട്ടോ. നല്ല ടേസ്റ്റി ഫുഡായിരുന്നേ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മളിനി തിരികെ റൂമിലോട്ട് പോവുകയാണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണണം. അടിപൊളി വീഡിയോ ആയിരിക്കും. എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും താങ്ക് യു കേട്ടോ. പിന്നെ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ലവ് യു ഓൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു കണ്ടൻറ്റായിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.